ചില ഫുഡ് കഴിച്ചാൽ നമുക്ക് കിളി പോയി എന്നൊക്കെ തോന്നൂലേ? അതുപോലെ എനിക്ക് ഫീൽ ചെയ്തൊരു ഫുഡാണ് ഇപ്പം ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു കിളി പോയ റൈറ്റ് കിട്ടില്ലൻ സാധനം എന്ന് പറഞ്ഞാൽ കിട്ടില്ലൻ സാധനം. ശരിക്കും നന്നായിട്ടുണ്ട്. അപ്പൊ ഇവനാണ് ഇപ്പൊ കറന്റ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന, നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണ് ഇഫ ചിക്കൻ. അപ്പൊ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പേര് പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പൊ ഞാനൊരു പേജിൽ കണ്ട റെസിപ്പിയാണ്, എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് അൽഫാം പീസ് ലെഗോട് കൂടിയുള്ളത് എടുത്താലും കുഴപ്പമില്ല. ചിക്കൻ ബ്രസ്റ്റ് നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് ഞാനൊരു ബൗളിലോട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇത്രയും മസാല ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് എന്നൊക്കെ പറയുന്നത് ഒരു 1.5 ടീസ്പൂൺ വെച്ച് എടുത്താൽ മതിയായിരിക്കും. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. ഇനി ഞാനിതിലോട്ട് ഒരു 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിരിക്കുന്നത്, അതിലോട്ട് 1.5 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ സുർക്ക അല്ലെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീരായാലും കുഴപ്പമില്ല. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഓഫ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ടെൻഡറും സ്മൂത്തും ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂണ് തൈര് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഈ മസാല ചിക്കൻ്റെ എല്ലാ വാട്ടിലോട്ടും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്പി മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് മിനിമം ഒരു 1 ഹവറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇതിന് നല്ല ഫ്ലേവർ കിട്ടുക. അപ്പോൾ ഒരു 1 ഹവർ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു പാന് വെച്ചിട്ട് ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയല്ല, റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. വെർജിൻ ഓയിലായാലും കുഴപ്പമില്ല. ഞാനപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ക്രസ്റ്റ് പീസ് ഞാൻ ഇതിലോട്ട് പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലതായിട്ട് ഓയിൽ ഹീറ്റായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് 2 സൈഡും ഒരു 4 മിനിറ്റ് എങ്കിലും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡ് 4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ടെൻഡറും ജ്യൂസി ആയിട്ട് കിട്ടും. അതൊന്ന് കുക്കാവുന്ന സമയത്തിൽ നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു ബ്ലെൻഡറിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും ഒരു 2 പീസ് ചീസ്, 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുക്കുന്നത്. 2 ചീസ് എടുക്കുന്നത്, അല്ലെങ്കിൽ 1 എടുത്താലും മതി. അതുപോലെ തന്നെ 2 കോഴിമുട്ട പുഴുങ്ങിയതും അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ക്രീം, ഞാനൊരു അല്പം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ മയണൈസ് ഉണ്ടാക്കുന്ന അതേ ടെക്നിക്കാണ്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. സ്വീറ്റ്നെസ് മയോണൈസിൽ ഇഷ്ടമാണെങ്കിൽ. ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇല്ല മിക്സിയിലാണെങ്കിൽ റിവേഴ്സിൽ അടിച്ചെടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്നെസ് കുറച്ചിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഏകദേശം ചിക്കൻ വെന്ത് കഴിയുമ്പം ഞാൻ അതിലോട്ട് കുറച്ചിങ്ങനെ ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ട് ഒന്ന് ഉള്ളിലോട്ട് മസാല ഇറങ്ങാൻ വേണ്ടി കുത്തി കൊടുത്തിട്ട് ഞാൻ ഇതിലോട്ട് ഈ പേസ്റ്റ് മുഴുവൻ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ തേച്ച് ഒന്ന് അടച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഇഫ ചിക്കൻ റെഡിയാണ്. നല്ല ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നാന്, ബട്ടർ ഗാർലിക് ബ്രെഡ്, ഇതിൻ്റെ കൂടെയൊക്കെ കിടിലനായിരിക്കും. ഞാൻ ചപ്പാത്തിയുടെ കൂടെയും കഴിച്ച്, ചപ്പാത്തിയുടെ കൂടെയും സൂപ്പറായിരുന്നു. ഇത് വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഒരു കോമ്പിനേഷൻ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.